نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഉസീക്കും അവലം തഖ്വല്ലാഹ്. ജീവിതത്തിൽ കഴിയുന്നത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടെല്ലാം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഹഖും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. എല്ലാ വ്യാഴാഴ്ചകളിലും നടന്നു വരുന്ന പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പേ വന്നിട്ടുള്ള ഒരു അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ ആയത്തുകൾ അതല്ല അതിലധികമോ ആയത്തുകൾ ചർച്ച ചെയ്യണം എന്ന ഒരു അഭിപ്രായം ഉള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം നമുക്ക് 2-3 ആയത്തുകൾ ചർച്ച ചെയ്യാം. പ്രത്യേകം ഒരു കാര്യം ഈ ഒരു സമയത്ത് ഉണർത്താനുള്ളത്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ് അതിന്റെ വാർഷിക പരീക്ഷയാണ് ജൂൺ 14-ാം തീയതി നടക്കാനിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. അതിന്റെ രജിസ്ട്രേഷൻ സമയങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത്, ഇവിടുത്തെ KNMകാരും ISMകാരും MSMകാരും MDMകാരും മുഴുവൻ ആളുകളും ആ പരീക്ഷ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം ഈ ഒരു അധ്യായം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പഠിക്കാനും മനസ്സിലാക്കാനും അതിലൂടെ നമുക്ക് പരലോകത്തേക്ക് മുന്നേറാനുള്ള ഒരു അവസരമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് നടന്ന സമ്മേളനം. പ്രവർത്തകരുടെ കൂട്ടത്തിലെ നേതാക്കന്മാര് മാത്രം വിളിച്ചുകൂട്ടി പ്രതിനിധി സമ്മേളനം നടന്നു. അതിൽ വളരെ സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. 1,75,000 രൂപയാണ് സമ്മാനമായിട്ട് കൊടുത്തത്. കഴിഞ്ഞ QHLS വാർഷിക പരീക്ഷയിൽ പങ്കെടുത്ത ആളുകൾക്ക് 25,000 രൂപ 3-ാം സ്ഥാനം കിട്ടിയ വ്യക്തിക്കും, 50,000 രൂപ 2-ാം സ്ഥാനം കിട്ടിയ വ്യക്തിക്കും, 1,00,000 രൂപ 1-ാം സ്ഥാനം കിട്ടിയ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വ്യക്തിക്കും ലഭിച്ചു. ഈ പരീക്ഷയുടെ രൂപം എന്നുള്ളത് 90 മാർക്ക് വരെ നമുക്ക് ടിക്കിടാനാണുള്ളത്. 10 മാർക്ക് നമുക്ക് എഴുതാൻ, വിശദീകരണമാണ് 10 മാർക്ക്. ക്വസ്റ്റ്യൻ പേപ്പറുകൾക്ക് അടുത്ത ദിവസം തന്നെ നമ്മുടെ യൂണിറ്റിലേക്ക് എത്തും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം അതിൽ താല്പര്യം, കുടുംബസമേതം അതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് ഉണർത്താനുള്ളത്. ആ ഒരു ദിവസത്തിൽ ആരും പിന്നിലേക്ക് മാറാതെ എല്ലാവരും, നമ്മുടെ പ്രവർത്തകർ മുഴുവനും ISMകാരും എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വലിയ പാഠങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അധ്യായത്തിലൂടെ നമുക്ക് നൽകുന്നത്. നിരന്തരം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു സന്മനസ്സും കൂടെ നമ്മൾ ചെയ്യണം, കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്. കഴിഞ്ഞ ആഴ്ച അല്ലാഹുവിനെ നമ്മൾ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി. ശിർക്ക് ചെയ്യാതെ നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടുത്ത ആയത്തിലൂടെ 32, 33, 34 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല
വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ذلك ومن يعظم شعائر الله فإنها من تقوى القلوب لكم فيها منافع إلى أجل مسمى ثم محلها إلى البيت العتيق ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. إن شاء الله معنا يدخل നമുക്ക് പഠിക്കാം. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നമ്മൾ ആദരിക്കണം. നമ്മൾ ഇതിന് സമാനമായ ഒരു ആയത്ത് 30-ാമത്തെ ആയത്തിലൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ചെറിയ രൂപത്തിൽ ഒന്നും കൂടെ നമുക്ക് വിശദീകരിക്കാം. നമ്മുടെ ഹൃദയം അത് പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളു. അവിടെ ഈമാനുണ്ടോ, അവിടെ തഖ്വയുണ്ടോ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ജീവനുണ്ടോ എന്നറിയാനുള്ള അടയാളങ്ങളിൽപ്പെട്ട സുപ്രധാനമായ കാര്യമാണ് അവൻ വളരെയധികം അല്ലാഹുവിന്റെ ശായിറുകൾ, അല്ലാഹുവിന്റെ ചിഹ്നങ്ങൾ അവൻ മഹത്വപ്പെടുത്തും, ആദരിക്കും എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പലർക്കും നമസ്കാരം എന്നുള്ളത് വലിയൊരു ഭാരമാണ്. നമസ്കരിക്കാൻ വലിയ മടിയാണ്. നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ഒരു താല്പര്യമില്ലായ്മ, ഇതൊക്കെ അല്ലാഹുവിന്റെ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങളോടുള്ള ആദരവ് കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ബാങ്ക് കേൾക്കും. ബാങ്ക് നമ്മൾ കേൾക്കുന്ന പരിധിയിലാണ് എങ്കിൽ അത് നമ്മൾ കൃത്യമായ മറുപടി കൊടുക്കണം, പ്രാർത്ഥിക്കണം. വസീലയും ഫദീലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ചോദിക്കണം. അത് സ്വർഗ്ഗത്തിലെ വലിയ പദവിയാണ്. അത് ഒരാൾക്ക് മാത്രം അല്ലാഹു കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ അത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ അതിനോടൊരു ആദരവില്ലാത്തൊരു സാഹചര്യം പലപ്പോഴും നമ്മൾ അടുക്കലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ശബ്ദകോലാഹലങ്ങൾ, പ്രസംഗം നമ്മൾ നിർത്തും. പ്രസംഗിക്കുന്ന സമയത്ത് നമ്മൾ പ്രസംഗം നിർത്തും. എന്നാൽ നമ്മൾ അവിടെ ഇരുന്ന് വീട്ടിലുമൊക്കെ നമ്മൾ വെറുതെ അനാവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അത് നമ്മളിങ്ങനെ വെറും ഒരു അലങ്കാര വസ്തുവായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കാണാം. നല്ല പൊതിഞ്ഞ് ഷോക്കേസിലൊക്കെ വെച്ച് ഒരു അലങ്കാര വസ്തുവായിട്ട് ഇങ്ങനെ കാണുന്നു എന്നതല്ലാതെ പലപ്പോഴും അതൊന്നും എടുത്തു നോക്കി ഓതാൻ നമ്മൾ തയ്യാറാകാത്തൊരവസ്ഥ. ആ പള്ളികളുടെ മഹത്വങ്ങൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുനവിയായ ചർച്ചകൾ പള്ളികൾക്കുള്ളിൽ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സുന്നത്തുകളെ ഒരു പരിഹാസ വിഷയമായിട്ടാണ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരു പരിഹാസം, താടി വളർത്തുക എന്നുള്ളത് ഒരു പരിഹാസം, മീശ വെട്ടി ചുരുക്കുക എന്നുള്ളത് ഒരു പരിഹാസം. ഇതുപോലെ സുന്നത്തുകളോടുള്ള ഒരു ആദരവ് ഒക്കെ നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിക്കാനുള്ള ഒരു മാർഗം എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളോട് അവന് ആദരവുണ്ടാകും, ബഹുമാനമുണ്ടാകും. എന്താണ് മഅനാ ശആയിർ അല്ലാഹ്? അല്ലാഹുവിന്റെ ചിഹ്നങ്ങളോടുള്ള ആ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ബഗവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ശആയിറുല്ലാഹി അഅ്ലാമു ദീനി. അല്ലാഹുവിന്റെ ശആയിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ദീനിന്റെ അടയാളമാണ് എന്ന് ഇമാം ബഗവി റഹിമഹുല്ലാഹ് വിശദീകരിച്ചു. അതുപോലെ തന്നെ അവാമിറുകളാണ്, അല്ലാഹുവിന്റെ കൽപ്പനകളാണ്, നിർദ്ദേശങ്ങളാണ് എന്ന് വിശദീകരിച്ച ഉലമാക്കളുണ്ട്. ഇമാം തബരി റഹിമഹുല്ലാഹ് പറഞ്ഞത് വഹിയ മാ ജഅലഹു അല്ലാഹു അഅ്ലാമൻ ലിഖൽഖി. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പടപ്പുകൾക്ക് വേണ്ടി, തന്റെ ദാസന്മാർക്ക് വേണ്ടി അടയാളമാക്കി പഠിപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ ശആയിറുള്ളയാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, എന്താണ് ഈ ശആയിറുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ചിഹ്നങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം, അല്ലാഹുവിന്റെ ദീനാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കൽപ്പനാ നിർദ്ദേശങ്ങളാണത്. അല്ലാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളാണ് ഈ ചിഹ്നങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏതെല്ലാം പെടും? ഞാൻ പറഞ്ഞത് മുഴുവൻ ദീനിന്റെ കൽപ്പനകൾ മുഴുവൻ അതിൽ പെടും, അവാമിറുകൾ മുഴുവൻ. അല്ലാഹു എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ, അല്ലാഹു എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ അത് മുഴുവൻ അതിൽ പെട്ടു. ഒരു കാര്യം അല്ലാഹു വിരോധിച്ചു, പക്ഷേ
ആ വിരോധിച്ച കാര്യം നമ്മൾ ചെയ്യുന്നു എങ്കിൽ അള്ളാഹുവിന്റെ ചിഹ്നത്തോട് നമ്മൾ അനാദരവ് കാണിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായിട്ടും ചെയ്യാൻ പറഞ്ഞൊരു കാര്യം നമസ്കാരം അതിൽപ്പെട്ടതാണ്. നമ്മൾ നമസ്കാരം മടിയോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളോടുള്ള അനാദരവാണ്. ബാങ്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നാളെ വെള്ളിയാഴ്ച ദിവസമാണ്, പെരുന്നാൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടൊരു ദിവസമാണ്. മൂന്നാമതൊരു പെരുന്നാൾ മുസ്ലിം ഉമ്മത്തിനുണ്ട് എങ്കിൽ അത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പെടുക്കാൻ പാടില്ല. വെള്ളിയാഴ്ച ദിവസം മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പെടുക്കാൻ പാടില്ല. അപ്പൊ ആ ഒരു ദിവസത്തെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അതുപോലെ തന്നെ പെരുന്നാൾ വരുന്നു, യൗമുൻ നഹർ, ദുൽഹിജ്ജ 10, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. യൗമു അറഫ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇതെല്ലാം അത് ദിവസമാകാം, കർമ്മമാകാം, മറ്റുള്ളതാകാം. ഹജ്ജ് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഉദൂഹിയ്യത്ത് പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. അതുപോലെ തന്നെയാണ് പിന്നെ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച ഹിജാബ്. സ്ത്രീകളോട് പറഞ്ഞു വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വൽയദ്രിബന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന. അവരുടെ മുഖമക്കനയിൽ അവരുടെ മാറിന്റെ താഴത്തേക്ക് താഴ്ത്തിയിടട്ടെ. നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന ഒരു സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങാടികളിലേക്ക് പോകുമ്പോൾ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഏത് സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് എങ്കിലും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു മഹത്വമുണ്ട്. അത് അല്ലാഹു കൽപ്പിച്ചൊരു കാര്യമാണ്. അതിന് നമ്മൾ പ്രത്യേകം പ്രാധാന്യം കൊടുക്കണം. അത് അവരുടെ മാറിന്റെ താഴത്തേക്ക് അവർ താഴ്ത്തിയിടട്ടെ എന്ന അല്ലാഹുവിന്റെ നിയമമാണ്. ആ നിയമത്തോട് നമ്മൾ അംഗീകാരം കൊടുത്ത് ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ആ ചിഹ്നത്തോടുള്ള ആദരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയെല്ലാം എല്ലാ വിഷയത്തോടും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക. ഈ രൂപത്തിലാണ് നമ്മൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളോട് നമ്മൾ ആദരവ് കാണിക്കേണ്ടത്. അത് കൃത്യമായിട്ട് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ആദരവ് എവിടെ നിന്ന് വരുന്നതാണ്? ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഹൃദയം, ആ ഹൃദയത്തിന്റെ ഉള്ളിൽ തഖ്വ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് അവർ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുമെന്നുള്ളത്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹൃദയം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ വഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത സലഹൽ ജസദു കുല്ലു വഇദാ ഫസദത ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. നിങ്ങൾ അറിയണം, മനുഷ്യ ശരീരത്തിൽ തീർച്ചയായിട്ടും ഒരു മാംസകഷ്ണമുണ്ട്. വഇന്ന ഫിൽ ജസദി മുദ്ഗ, ഒരു മാംസകഷ്ണമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ മാംസകഷ്ണം ശരിയായാൽ, അത് ശുദ്ധമായാൽ അവന്റെ ജീവിതം മുഴുവൻ ശുദ്ധമാണ്. അതിന് കേടുപാട് സംഭവിച്ചാൽ അവന്റെ ജീവിതം മുഴുവൻ കേടുപാട് സംഭവിക്കും, തകരാറ് സംഭവിക്കും. അലാ വഹിയൽ ഖൽബ്, നിങ്ങൾ അറിയണം, ആ മാംസകഷ്ണം നിങ്ങളുടെ ഹൃദയമാണ്. ഹൃദയം നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. ഹൃദയത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ ശരീരത്തിന് മുഴുവൻ കേടുപാടുകൾ സംഭവിച്ചു എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ പ്രവാചകൻ സഹാബത്തിനോട് തന്റെ ചൂണ്ടുവിരൽ ഹൃദയത്തിന് നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അത്തഖ്വാ ഹാഹുനാ, തഖ്വ വേണ്ടത്, അല്ലാഹുവിനോടുള്ള അനുസരണ വേണ്ടത്, ഭയഭക്തി വേണ്ടത്, അത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇവിടെയാണ് നന്നാകേണ്ടത്, ഈമാൻ ഇവിടെയാണ് ഉത്ഭവിക്കേണ്ടത്. അതുപോലെ തന്നെ തഖ്വ ഇവിടെ നിന്നാണ് ഉണ്ടാകേണ്ടത്. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറയുകയാണ്, ഫതഅലീമു ശആയിറല്ലാഹി സാദിറുൻ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളുണ്ടല്ലോ, ശായിറുകളുണ്ടല്ലോ, അതിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ഹൃദയത്തിൽ നിന്ന് തഖ്വയുടെ അടയാളമാണ്. ഹൃദയത്തിലെ തഖ്വയിൽ നിന്നാണ് ആ ആദരവുണ്ടാകുന്നത് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ പ്രശ്നം ഞാൻ സൂചിപ്പിച്ചല്ലോ. നമസ്കരിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. ഞാനും നിങ്ങളുമെല്ലാം നമസ്കരിക്കുന്നുണ്ട്. പക്ഷെ നമസ്കാരത്തിൽ ഖുശൂ ഇല്ലാതെയാണ് നമ്മളെല്ലാം നമസ്കരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പലരും ഉംറകൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹജ്ജ് നമ്മൾ ചെയ്യാറുണ്ട്. എത്ര ഹജ്ജ് ചെയ്തിട്ട് എന്താ കാര്യം? 10 ഹജ്ജ് ചെയ്തിട്ടും അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല. 10 ഹജ്ജ് ചെയ്തിട്ടും അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല. റസൂൽ പഠിപ്പിച്ചത് എന്താ? ഒരൊറ്റ ഹജ്ജ് ചെയ്താൽ മതി. ആ ഒരൊറ്റ ഹജ്ജ് ചെയ്താൽ ഉമ്മ പ്രസവിച്ച മകനെ പോലെ അവൻ ആയിത്തീരും. അവന്റെ പാപക്കറകളെല്ലാം മായ്ക്കപ്പെടും. അവന്റെ ജീവിതം ശുദ്ധമായി തീരുമെന്ന് ഹബീബ് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര ഉംറകളാണ്, എത്രയെത്ര ഹജ്ജുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ രൂപത്തിലുള്ള ഇബാദത്തുകളൊക്കെ നമ്മൾ ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എങ്കിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ദുർബലത സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതാണ് മുത്തുനബി പഠിപ്പിച്ചത്. ഈ ഹൃദയം കേടായാൽ ശരീരം മുഴുവൻ കേടാകും, ഹൃദയം ശുദ്ധമായാൽ ശരീരം മുഴുവൻ കേടാകും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനുള്ള കാരണം. അതുകൊണ്ട് ഇബാദത്തുകളോട് നമുക്കൊരു നീരസം തോന്നുന്നുണ്ട് എങ്കിൽ, അതിനെ സമീപിക്കുമ്പോൾ ഒരു മടിയും അലസതയും ഒക്കെ തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിന് കേടുപാട്, ദുർബലത സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ദുൽഹിജ്ജ മാസമാണ്. ഈ ദുൽഹിജ്ജ മാസത്തെ നമ്മൾ ആദരിക്കണം.
എങ്ങനെയാ ദുൽഹിജ്ജ മാസത്തെ നമ്മൾ ആദരിക്കേണ്ടത്? നമ്മൾ നോമ്പുകൾ എടുക്കുക, അതുപോലെ തന്നെ മറ്റുള്ള ഇബാദത്തുകൾ, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ ദുൽഹിജ്ജ 9 വരെ നോമ്പെടുക്കാം. ദുൽഹിജ്ജ 9 വരെ നോമ്പെടുക്കാൻ പറ്റുമോ? അങ്ങനെ പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ദുൽഹിജ്ജ 9 വരെ നോമ്പെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ എന്നുള്ളത് മറ്റുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ചോദിച്ചു, നബിയെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ടോ? അതേ, റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ യുദ്ധത്തിന് പോയി ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് എങ്കിൽ അവനേക്കാൾ പ്രാധാന്യം, അവനേക്കാൾ ശ്രേഷ്ഠനായ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ യുദ്ധക്കളത്തിൽ പോയി പോരാടി ഷഹീദായാൽ അവനാണ് ശ്രേഷ്ഠൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലെ, ഇസ്ലാമിക ലോകത്ത് നടക്കുന്ന ജിഹാദിന് എത്ര പ്രാധാന്യമാണുള്ളത്! ആ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടിട്ട് തിരിച്ചു വന്നാൽ അവനേക്കാൾ പ്രാധാന്യം ആദ്യത്തെ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് എന്ന് മുത്തനബി നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ കർമ്മങ്ങൾ നമുക്ക് പല രൂപത്തിൽ ചെയ്യാം. ഇസ്ലാം പഠിപ്പിച്ച കർമ്മങ്ങൾ, നോമ്പ് നമുക്ക് ഒന്നരാടെ എന്നും എടുക്കാം, എല്ലാ ദിവസവും എടുക്കാൻ പാടില്ല. ഒന്നരാടെ നമുക്ക് എന്നും നോമ്പ് എടുക്കാൻ കുഴപ്പമില്ല, തുടർച്ചയായിട്ട് എടുക്കുക, അത് പറ്റൂല. നമുക്ക് ഒന്നരാടെ എടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് നമുക്ക് ശ്രേഷ്ഠത മുത്തനബി പഠിപ്പിച്ചത് കൊണ്ട് ആ ദിവസങ്ങളിൽ കർമ്മങ്ങൾ അധികരിപ്പിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് നോമ്പെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ദുൽഹിജ്ജയിലെ 9 നോമ്പ് അത് പ്രത്യേകം പിന്നെ ഫളലുള്ള നോമ്പാണ്. ആ ദിവസത്തിന്റെ പേരെന്താണ്? യൗമു അറഫ എന്നാണ് പേര്. അല്ലെ, അറഫ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? അറഫ നോമ്പിന്റെ പ്രത്യേകത കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടും. ഒരു വർഷത്തെ മാത്രമല്ല, അഡ്വാൻസ് ആയിട്ട് റസൂൽ പറഞ്ഞു, അള്ളാഹിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ അടുത്തൊരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തരും. ഒരു കർമ്മം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം പറഞ്ഞാൽ, ഒരു കർമ്മം കൊണ്ട് അള്ളാഹു നമ്മുടെ പാപം പൊറുക്കുന്നു പറഞ്ഞാൽ എല്ലാ പാപം പൊറുക്കൂല. വൻ പാപങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളത്, വൻ പാപങ്ങൾ ഒരു കർമ്മം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെങ്കിൽ വൻ പാപങ്ങൾ അതിൽ പെടുകയില്ല. ചെറിയ ചെറിയ പാപങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരിക എന്ന് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് കഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫ നോമ്പ് കൊണ്ട് പൊറുക്കും. ഇതിൽ ചെറിയൊരു വിവാദം പലപ്പോഴും പല കാലഘട്ടങ്ങളിലും എല്ലാ വർഷങ്ങളിലും നടക്കുന്ന ഒരു ചെറിയൊരു വിവാദമാണ്. അറഫ നോമ്പ് എപ്പോഴാണ് നോക്കേണ്ടത്? അത് കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വെച്ചുകൊണ്ട് തന്നെ ഉലമാക്കൾ, ഇന്ന് സൗദിയിൽ മരണപ്പെട്ടു പോയ ആളുകളും സൗദിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ പണ്ഡിതന്മാരും ഒക്കെ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്ന ആ ഒരു രീതി തന്നെയാണ്, നിലപാട് തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. യൗമു അറഫ, യൗമു അറഫയിൽ നോമ്പെടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച യൗമു അറഫ. യൗമു അറഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? യൗമു അറഫ എന്നുള്ളത് ദുൽഹിജ്ജ 9. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ മാസം നോക്കി ദുൽഹിജ്ജ എന്നാണ് ആരംഭിക്കുന്നത് എന്ന് നമ്മൾ നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ചു വരുമ്പോൾ നമുക്ക് ദുൽഹിജ്ജ 10 വരുന്നത് വ്യാഴാഴ്ചയാണ് നമുക്ക് യൗമുൻ നഹർ ഉള്ളത്. അതുപോലെ തന്നെ പിന്നെ യൗമു അറഫ ഉള്ളത് നമുക്ക് ദുൽഹിജ്ജ 9 ബുധനാഴ്ചയാണ്. നമ്മൾ ബുധനാഴ്ചയാണ് നോമ്പെടുക്കേണ്ടത്. അപ്പോൾ ഒരു ദിവസം മുമ്പ് സൗദിയിൽ നടക്കുന്നുണ്ടല്ലോ അറഫയിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നത്. അറഫയിൽ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരോടുള്ള ഒരു ഐക്യദാർഢ്യമല്ലേ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കും. അങ്ങനെ ഒരു ഐക്യദാർഢ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടില് എല്ലാ ആളുകളും ഈ ബുധനാഴ്ച യൗമു അറഫയുടെ ദിവസത്തിൽ നോമ്പെടുക്കുമ്പോൾ കുറച്ചാളുകൾ മാത്രം മാറി നിന്നിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ സൗദിയിലെ കണക്ക് നോക്കിയിട്ട് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ കർമ്മത്തിനും നോക്കണം, നോമ്പിന് മാത്രം നോക്കരുത്, നിസ്കാരത്തിന് നോക്കണം. അങ്ങനെ നിസ്കാരത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ വരിക? ഞാൻ ഇതിന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, പല നിസ്കാരങ്ങൾ ഇപ്പൊ മഗ്‌രിബ് അസറിന്റെ സമയത്ത് നിസ്കരിക്കേണ്ടി വരും, ഇശാ നമ്മൾ മഗ്‌രിബിന്റെ സമയത്ത് നിസ്കരിക്കേണ്ടി വരും. ആ സമയത്തിന്റെ 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്, 2.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. സൗദിയും നമ്മൾ തമ്മിൽ 24 മണിക്കൂർ വ്യത്യാസമുള്ള രാജ്യങ്ങളുണ്ട്. അവർ ഈ ഐക്യദാർഢ്യം എന്ത് ചെയ്യുക? അവർ ഈ ഐക്യദാർഢ്യം എന്ത് ചെയ്യും? 24 മണിക്കൂർ വ്യത്യാസമുള്ള ആളുകൾ എന്ത് ചെയ്യും? നമ്മൾ അതിന് ഉത്തരം കണ്ടെത്തണ്ടേ? സൗദിയിൽ പകലുള്ളപ്പോൾ പകലാണല്ലോ നോമ്പ്, സുബഹി മുതൽ മഗ്‌രിബ് വരെയുള്ള നോമ്പിന്റെ സമയം ഈ പകൽ സമയമാണ്. ഈ പകൽ സമയത്ത് പല രാജ്യങ്ങളിലും രാത്രിയാണ്. അവരെന്ത് ചെയ്യും ഈ ഐക്യദാർഢ്യത്തിന്? അവരെയാണ് കൃത്യമായ റസൂൽ പഠിപ്പിച്ചത്. നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് ആരംഭിക്കണം, നിങ്ങൾ മാസം കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിനെ വെച്ച് ഇന്നും സൗദിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഉലമാക്കൾ അതിന് കൃത്യമായ മറുപടി നമുക്ക് നൽകി. ഓരോ നാടിന്റെയും ആ മാസപ്പിറവി നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള നോമ്പുകൾ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് കൃത്യമായ നിലപാട് അവിടുത്തെ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ
പിന്നെ ഒരു ദിവസം സ്വീകരിക്കുമ്പോൾ, അവരുടെ മാസം കണ്ട നിശ്ചയപ്രകാരം സ്വീകരിക്കുമ്പോൾ, അവിടുത്തെ പണ്ഡിതന്മാർ മുഴുവൻ ഒരു ദിവസം സ്വീകരിക്കുമ്പോൾ കുറച്ചാളുകൾ മാത്രം മാറി നിൽക്കുന്നത് ശരിയായ നിലപാടല്ല എന്ന് ഹുസൈമി റഹിമഹുള്ളയെ പോലെയുള്ള ആളുകളൊക്കെ കൃത്യമായി വിശദീകരിച്ച ഫത്വകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമ്മൾ പഠിക്കുക. റസൂലുള്ള പറഞ്ഞത് ഹാജിമാര് അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾ നോമ്പെടുക്കണം എന്നതല്ല മുത്തനബി പഠിപ്പിച്ചത്. യൗമു അറഫയിൽ, യൗമു അറഫ എന്നത് ഒരു ദിവസത്തിന്റെ പേരാണ്. ആ ദിവസം ഏതാ? ആ ദിവസം ദുൽഹിജ്ജ 9 നമ്മൾ മാസം നോക്കി, ഇവിടുത്തെ KNM നോക്കി, ഇവിടുത്തെ വിസ്ഡംകാര് നോക്കി, മറ്റുള്ള സമസ്തക്കാര് നോക്കി, എല്ലാവർക്കും ഏകാഭിപ്രായമാണ്. അവർ മാസം കണ്ടില്ല, രാവ് കണ്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു? ദുൽഖഅദ് 30 സ്വീകരിച്ചിട്ട് അവർ ദുൽഹിജ്ജ 1 ആരംഭിച്ചപ്പോൾ ഇന്ന് ദുൽഹിജ്ജ 3, ഇനി അങ്ങനെ പോയി ദുൽഹിജ്ജ 10 വരുന്നത് വ്യാഴാഴ്ചയാണ്, നമുക്ക് ദുൽഹിജ്ജ 9 ബുധനാഴ്ചയാണ് വരുന്നത്. അത് നമുക്ക് സംശയം വേണ്ട. ആ ദിവസത്തിൽ നമ്മൾ നോമ്പെടുക്കുക, ബാക്കി അള്ളാഹുവിലേക്ക് നമ്മൾ വിടുക. അള്ളാഹുവിനെ വേണ്ട നമ്മുടെ ഹൃദയമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു നാട് മുഴുവൻ അവിടുത്തെ പണ്ഡിതന്മാരും ജനങ്ങളും ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ നിലപാടല്ല. സ്വന്തം ഇഷ്ടപ്രകാരം ദീന് പറയുക എന്നുള്ളത് ശരിയായ കാര്യമല്ല എന്ന തിരിച്ചറിവ് നമുക്കെല്ലാം ഉണ്ടാകണം. നമുക്കിടയിൽ അത്തരത്തിലുള്ള ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ഗൗരവത്തിൽ ഞാനത് സൂചിപ്പിക്കാനുള്ള കാരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യൗമു അറഫയെ നമ്മൾ ബഹുമാനിക്കണം. അതുപോലെ തന്നെ യൗമുൻ നഹർ ദുൽഹിജ്ജ 10 നമ്മൾ എന്ത് ചെയ്യണം? ആദരിക്കണം. അന്നത്തെ ദിവസം പ്രത്യേകമായി നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നമസ്കാരം മഴയില്ലാത്ത സന്ദർഭത്തിൽ ഈദ്ഗാഹാണ്. ആ ഈദ്ഗാഹിനെ നമ്മൾ ആദരിക്കണം. ഇങ്ങനെ എല്ലാ വിഷയത്തിലും ആ നമസ്കാരം കഴിഞ്ഞാൽ നമുക്കൊരു കർമ്മമുണ്ട്. ആ കർമ്മത്തിന്റെ പേരെന്താ? ഉലൂഹിയ്യത്താണ്. ഉലൂഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ദുൽഹിജ്ജ 1 മുതലേ തയ്യാറായിട്ടുണ്ട്. നഖമെല്ലാം മുറിച്ച്, മുടിയെല്ലാം മുറിച്ച്. കാരണം ഇനി ആ ഉലൂഹിയ്യത്ത് കർമ്മം നടക്കുന്നത് വരെ ഇതൊന്നും പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാൾ പറയാ, ഇപ്പൊ ഒരു നഖം മുറിച്ചാൽ എന്താ വരാൻ പോണത്? ഒരു മുടി മുറിച്ചാൽ എന്താ വരാൻ പോണത്? അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളോടുള്ള അനാദരവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണല്ലോ പറഞ്ഞത്, അള്ളാഹു എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവൻ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ആ ചിഹ്നങ്ങളെ മുഴുവൻ നമ്മൾ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ്. നഖം മുറിക്കരുത് പറഞ്ഞാൽ മുറിക്കരുത്, മുടി മുറിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുറിക്കാൻ പാടില്ല. അത് നമ്മുടെ അറിവ് നടക്കുന്നത് വരെയാണ്. ഉദഹിയത്തുമായി ബന്ധപ്പെട്ട് ഈ ആയത്ത് വിശദീകരിച്ച് ഉലമാക്കൾ കൃത്യമായി പഠിപ്പിച്ചു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പഠിപ്പിക്കുകയാണ്, അൽ ഇസ്തിസ്മാനു വൽ ഇസ്തിഹ്സാനു വൽ ഇസ്തിഅദാമു. ബലിമൃഗത്തെ നമ്മൾ തടിപ്പിക്കണം. അല്ലെ, ആ പെരുന്നാളിന്റെ തലേ ദിവസം വന്ന് നമ്മൾ അറക്കാൻ കൊടുക്കുക. ആ പരിപാടി പറ്റൂല. നമ്മൾ നേരത്തെ വാങ്ങിക്കൊണ്ടുവരണം. എന്നിട്ട് നല്ല പുല്ലും നല്ല വെള്ളമൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? അതിനെ തടുപ്പിക്കണം. അതുപോലെ തന്നെ അതിനുവേണ്ടി വൽ ഇസ്തിഹ്സാൻ, നല്ലതിനെ തെരഞ്ഞെടുക്കണം. അതുപോലെ തന്നെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, അൽ ഇസ്തിഅദാൻ, അതിനെ മഹത്തായി നമ്മൾ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലൂഹിയത്ത് അറക്കാൻ വേണ്ടിയിട്ടാണ് കൽപ്പിച്ചു. ആ കൽപ്പനയ്ക്ക് ഞാൻ വിധേയമായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടുള്ള, വാങ്ങിയിട്ടുള്ള, എന്റെ സമ്പത്ത് ചെലവഴിച്ച് ഞാൻ വാങ്ങിയിട്ടുള്ള ഈ മൃഗം, ആ മൃഗത്തോട് നമുക്ക് ഒരു ആദരവുണ്ടാകണം എന്ന് ഈ ആയത്തിൽ വിശദീകരിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. അത് സാരമായിട്ട് കാണേണ്ട വിഷയമല്ല ഉദഹിയത്ത്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, കുന്നാ നുസമ്മിലുൽ ഉദഹിയത ബിൽ മദീന. മദീനയിൽ ഞങ്ങൾ ഉദഹിയത്ത് നടത്തുമ്പോൾ മൃഗങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് ആ മൃഗങ്ങളെ തടിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികബശൈ, റസൂൽ ഉദഹിയത്ത് നടത്തിയിരുന്നത് 2 ആടുകളെയാണ്. എങ്ങനെയുള്ള ആടുകൾ? അംലഹൈനി, നല്ല കൊമ്പുകളുള്ള ആടുകൾ. അതുപോലെ തന്നെ അഖർനൈനി, നല്ല മനോഹരമായ കൊമ്പുകളുള്ള ആടുകളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ആയത്തിൽ നിന്ന് ഒരു ഫിഖ്ഹും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. ഉലമാക്കൾ ഇതിന്റെ തഫ്സീർ രേഖപ്പെടുത്തി. കണ്ണിന് കേട് വന്ന മൃഗത്തെ ഉളിയത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കണ്ണിന് മാത്രമല്ല, മറ്റുള്ള ശരീരഭാഗങ്ങളിൽ രോഗമുള്ള പിന്നെ ഒരു മൃഗത്തെ നമ്മൾ ബലികർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. മുടന്തുള്ള, നടക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള, ഏങ്ങി നടക്കുക, അല്ലെ, അങ്ങനെയുള്ള മൃഗങ്ങളെ നമ്മൾ ബലികർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ക്ഷീണിച്ച മൃഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉളിയത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഉളിയത്തിന് വേണ്ടി ഈ 4 കാര്യങ്ങളുള്ള മൃഗങ്ങൾ അനുവദനീയമല്ല എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആൾക്കാർക്കുണ്ട്, എന്തായാലും ഇപ്പോ ഞാനിപ്പോ കുറച്ച് പൈസ ഒക്കെ ഉള്ള ആളല്ലേ, ഉളിയത്ത് അറുത്തില്ലെങ്കിൽ പിന്നെ ആൾക്കാർ ഷെയർ കൊടുത്തിട്ടില്ല എങ്കിൽ ആൾക്കാരെന്താ പറയാ? അപ്പൊ അങ്ങോട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല, അവർ മൃഗത്തെ വാങ്ങിയിട്ടില്ലെങ്കിൽ അപ്പൊ ആൾക്കാരൊക്കെ എന്താ പറയാ? അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഇനിയിപ്പോ കണ്ണിന് കേടായാലും വേണ്ടില്ല, കാലിന് കേടായാലും വേണ്ടില്ല, കുറച്ച് പൈസക്ക് കിട്ടെങ്കിൽ അതിനെങ്ങനെ വാങ്ങിക്കൊണ്ടുവരിക? നമ്മൾ പൈസ ലാഭം നോക്കുക. അത് പാടില്ല. ഒരു രോഗമില്ലാത്ത, ന്യൂനതയില്ലാത്ത, പോരായ്മയില്ലാത്ത ഒത്ത മൃഗത്തെ ആയിരിക്കണം നിങ്ങൾ അറക്കേണ്ടത് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ ആ ഉദഹിയത്തിനോട്, ആ മൃഗത്തോട് നമ്മൾ ആദരവ് കാണിക്കണം. അതൊക്കെ എന്തിന്റെ അടയാളാ? മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ഉള്ളിൽ ജീവനുണ്ട്, തഖ്വയുണ്ട് എന്നതിന്റെ അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പറയുകയാണ്,
അടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 32ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ലക്കും ഫിഹാ 33ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ് ലക്കും ഫിഹാ മനാഫിഉ ഇലാ അജലിൻ മുസമ്മാ. എന്നിട്ട് 34ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫഇലാഹുകും ഇലാഹുൻ വാഹിദ് ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക. തീർച്ചയായിട്ടും ഈ രൂപത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ ഓരോ സമുദായത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ബലികർമ്മങ്ങൾ പോലെയുള്ള കർമ്മങ്ങൾ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ഇതുകൊണ്ടൊക്കെ അല്ലാഹുവിന്റെ പേര് നിങ്ങൾ ഉച്ചരിക്കുക, അള്ളാഹുവിനെ ഓർക്കുക. ഇതാണ് ഇതുകൊണ്ടൊക്കെ ലക്ഷ്യം. നിസ്കാരം, നോമ്പ്, ഉദുഹിയത്തിന്റെ സമയത്ത് നമ്മൾ തക്ബീറിന്റെ ധ്വനികൾ ചൊല്ലും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ രൂപത്തിൽ തക്ബീറിന്റെ ധ്വനികൾ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഉദുഹിയത്ത് അറക്കാറുള്ളത്. അതുപോലെ തന്നെ നമസ്കാരത്തിന് വേണ്ടി പോകാറുള്ളത്. പ്രത്യേകിച്ച് ബലിപെരുന്നാളിന്റെ ദിവസം ഈ പറഞ്ഞതുപോലെയുള്ള അറിയപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തക്ബീർ ധ്വനികൾ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഫഇലാഹുകും ഇലാഹുൻ വാഹിദ് ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ. നിങ്ങളുടെ ഇലാഹ് ആരാധ്യൻ ഏക ആരാധ്യനാകുന്നു, അവനെ നിങ്ങൾ കീഴ്പ്പെട്ട് അനുസരിച്ച് മുസ്ലിമായിട്ട് നിങ്ങൾ ജീവിക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 34ാമത്തെ ആയത്തിലെ വളരെ സുപ്രധാനമായ ഒരു വിഷയം എന്നുള്ളത്, ഒരുപാട് സമുദായത്തിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. വ്യത്യസ്ത സമുദായങ്ങളിലേക്ക് വ്യത്യസ്ത പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഈ പ്രവാചകന്മാർ മുഴുവൻ പഠിപ്പിച്ച കർമ്മങ്ങൾ അത് വ്യത്യസ്ത രൂപത്തിലുള്ള കർമ്മങ്ങളാണ്. നിസ്കാരം നമ്മളെ പോലെയുള്ള നമസ്കാരമല്ല പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമസ്കാരത്തിന്റെ രൂപത്തിൽ മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് തൗബ, ആ തൗബയുടെ രൂപത്തിൽ മാറ്റങ്ങളുണ്ട്. ഉദൂഹിയത്താണ് എങ്കിലും ആ ഉദൂഹിയത്ത് നമ്മളെ പോലെയല്ല. ആ ഉദൂഹിയത്തിന്റെ വിഷയത്തിൽ മാറ്റങ്ങൾ മുൻകാല സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മുൻകാല സമുദായങ്ങളിലെ തൗബയുടെ രൂപം എന്നുള്ളത് പിന്നെ അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നുകൊണ്ട് തൗബ ചെയ്യുന്ന രൂപം മുൻകാല സമുദായങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആളുകളെ പരസ്പരം എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നുകൊണ്ട് എന്ത് ചെയ്യുക? തൗബ ചെയ്യുന്ന രൂപം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം, യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്രമങ്ങളെ കൊണ്ട് മുൻകാല സമുദായക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? യഹൂദികൾക്ക് ഹറാമാക്കിയിട്ടുണ്ട്. നമസ്കാരം നമുക്ക് 5 വക്ത് നമസ്കാരമാണ് എങ്കിൽ മുൻകാലക്കാർക്ക് 2 വക്ത് നമസ്കാരമായിരുന്നു. വെറും രാവിലെയും വൈകുന്നേരം മാത്രം നമസ്കരിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം ബഖറയിലെ 54ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചത് ഫതൂബു ഇലാ ബാരിക്കും ഫഖ്തുലു അൻഫുസക്കും. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നുകൊണ്ട് എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് അങ്ങനെയാണ്. ബനൂ ഇസ്രായേലരായ ആൾക്കാർ നമ്മൾ പറഞ്ഞല്ലോ, അവർ കാളക്കുട്ടികളെ ആരാധിച്ചു. കാളക്കുട്ടികളെ ആരാധിച്ചപ്പോൾ അവർക്കുള്ള തൗബയുടെ രൂപമാണ് അല്ലാഹു പറഞ്ഞത് ഫഖ്തുലു അൻഫുസക്കും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? പരസ്പരം കൊന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം തൗബയുടെ രൂപം അങ്ങനെയല്ല. നമുക്കൊരു ഖേദമുണ്ടാകണം, ഞാൻ തെറ്റ് ചെയ്തല്ലോ, എന്നിട്ട് ആ തെറ്റിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാം, എന്നിട്ട് അല്ലാഹുവിനോട് നമ്മൾ തൗബ ചെയ്യുക, പിന്നെ അതിലേക്ക് പോകാതിരിക്കുക. ഈ 4 സ്റ്റെപ്പാണ്. ആദ്യം നമുക്ക് വേണ്ടത് ഖേദമാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വിഷമമാണ് ഉണ്ടാകേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? പിന്നെ നമ്മൾ അതിൽ നിന്ന് ഖേദമുണ്ടായി തൗബ ചെയ്ത് ഇനി ഒരിക്കലും അതിലേക്ക് പോകുകയില്ല എന്ന് നമ്മൾ ചിന്തിച്ച് അതിൽ നിന്ന് മാറി നിന്നാൽ നമുക്ക് തൗബ ലഭിച്ചു. പക്ഷെ ബനൂ ഇസ്രായേൽ കാളക്കുട്ടികളെ ആരാധിച്ചപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നുകൊണ്ട് തൗബ ചെയ്യാൻ അല്ലാഹു പറഞ്ഞു. 4-ാം അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫബിദുൽമിൻ മിനല്ലദീന ഹാദു ഹറംനാ അലൈഹിം ത്വയ്യിബാത്തിൻ ഉഹില്ലത് ലഹും. മുൻകാലക്കാർക്ക് ഹലാലാക്കിയ പല ത്വയ്യിബായ നല്ല വിശിഷ്ടമായ കാര്യങ്ങളും ഇസ്രായേലർക്ക് നാം ഹറാമാക്കി. അപ്പൊ ഹലാലായ പല കാര്യങ്ങളും ഹറാമാക്കി കൊണ്ടെന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ജിഹാദിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായക്കാർക്ക് ഗനീമത്ത് സ്വത്ത് എടുക്കാം. പക്ഷെ അതിനു മുമ്പുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? യുദ്ധോഹരി സ്വത്ത് എടുക്കാൻ പാടില്ല. ഇതുപോലെ വുദൂഇന്റെ ശുദ്ധീകരണത്തിന്റെ വിഷയത്തിൽ നമ്മുടെ വസ്ത്രത്തിൽ നജസായ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വസ്ത്രത്തിൽ നജസായാൽ നമ്മൾ എന്ത് ചെയ്യണം? ശരീരം കഴുകി നല്ല വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കണം. ഇതാണ് ശുദ്ധീകരണത്തിന്റെ രൂപം, അല്ലെ? എന്നാൽ മുൻകാലക്കാർക്ക് എങ്ങനെയായിരുന്നു? ആ നജസായ ഭാഗം മുറിച്ചു കളയാം. അതായിരുന്നു ശുദ്ധീകരണത്തിന്റെ രൂപം. ഈ കർമ്മങ്ങളുടെ വിഷയത്തിൽ ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഓരോ സമുദായത്തിലും ഉണ്ടായിരുന്നു. അവസാനം വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ സമ്പൂർണ്ണതയാണ് പഠിപ്പിക്കുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഏതാണ് ശരിയായ പൂർണ്ണമായ രൂപം എന്താണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിന്റെ രൂപം എന്താണ്? തൗബയുടെ രൂപം എന്താണ്? ശുദ്ധീകരണത്തിന്റെ രൂപം എന്താണ്? ഉദൂഹിയത്തിന്റെ രൂപം എന്താണ്? ഇതെല്ലാം കൃത്യമായി പൂർണ്ണമായ ശരിയായ രൂപത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഈ വ്യത്യാസം ഉണ്ടായിരുന്നില്ല.
അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഫഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ എല്ലാം ആരാധ്യൻ ഏക ആരാധനാകുന്നു. ഫലഹു അസ്ലമു ഫലഹു അസ്ലിമു, നിങ്ങൾ അവന് കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾ മുസ്ലിമായിട്ട് ജീവിക്കണം. ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരെ കുറിച്ച് ഖുർആൻ പഠിപ്പിച്ചല്ലോ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർ മുഴുവൻ പറഞ്ഞത് നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനെ കൂടാതെ ഒരാളെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, ശിർക്കിനെ നിങ്ങൾ ഒഴിവാക്കണം, അതുപോലെ തന്നെ പരലോകത്തിൽ നിങ്ങൾ വിശ്വസിക്കണം, സത്യവും നീതിയും നിങ്ങൾ പാലിക്കണം. അപ്പൊ വിശ്വാസത്തിന്റെ കാര്യത്തിൽ എല്ലാവരും പഠിപ്പിച്ച രൂപം ഒരുപോലെയായിരുന്നു, തൗഹീദിന്റെ രൂപം ഒരുപോലെയായിരുന്നു. ശിർക്ക് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. പക്ഷേ കർമ്മങ്ങളുടെ രൂപത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു എന്നതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതായാലും എന്ത് വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഫലഹു അസ്ലിമു, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ച് അല്ലാഹു നിങ്ങളോട് എന്താണോ പറഞ്ഞത്, വസ്ത്രം മുറിക്കാൻ പറഞ്ഞവരോട് വസ്ത്രം മുറിക്കണം, അവരങ്ങനെയാണ് അനുസരിക്കേണ്ടത്. കഴുകി ശുദ്ധിയാക്കാൻ പറഞ്ഞവരോട് കഴുകി ശുദ്ധിയാക്കണം, ആ രൂപത്തിൽ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. വബശ്ശിരിൽ മുഖ്ബിതീൻ, മുഖ്ബിത്ത് എന്നാണ് പഠിക്കണം. മുഖ്ബിത്ത് ആരാണ്? മുഖ്ബിത്ത് എന്ന് പറഞ്ഞാൽ വിനയാനിതർ, വിനയമുള്ളവർ. ചിലപ്പോൾ ചോദിക്കാം മുഖ്ബിത്തീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷായിറുള്ള എന്താണ്, ഇതൊക്കെ ചോദ്യങ്ങൾ വരാൻ പരീക്ഷയ്ക്ക്. ഷായിറുള്ള എന്താണ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ എന്താണ് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം അള്ളാഹുവിന്റെ ദീനാണ് ഷായിറുള്ള, അള്ളാഹുവിന്റെ കൽപ്പനകളാണ് ഷായിറുള്ള എന്ന് മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. മുഖ്ബിത്തീങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ പറയണം വിനയാനിതരായ ആളുകൾക്കാണ് മുഖ്ബിത്തീങ്ങൾ എന്ന് പറയുക. അവരുടെ അടയാളം ഖുർആൻ പഠിപ്പിച്ചു, അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്തു ഖുലൂബുഹും, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി വന്നാൽ, അവരുടെ ആ ഓർമ്മ വന്നാൽ അവരുടെ ഹൃദയം പേടിച്ച് വറകൊള്ളുന്ന ഹൃദയമായിരിക്കും. അഥവാ ഒരു തെറ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ, ഒരു ഹറാമിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ പോകുമ്പോൾ, നമ്മുടെ ശരീരം ഇങ്ങനെ പോകുന്ന സമയത്താണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്നത്, ആ തിന്മയിൽ നിന്ന് അവർ മാറി നിൽക്കുന്നത്. അങ്ങനെ മാറി നിൽക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ചിന്തയും ഭയപ്പാടും വരികയാണ്. അവരാണ് മുഖ്ബിത്തീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 35-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. ഉദാഹരണങ്ങൾ എമ്പാടുമുണ്ട്. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അതിന് പാഠമാണ്. പ്രഭുവിന്റെ സുന്ദരിയായ ഭാര്യ വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോ ആ സമയത്ത് ആരുമില്ല, പ്രഭുവിന്റെ കിങ്കരമാരുമില്ല, ആരുമില്ല. ആ പ്രഭുവിന്റെ ഭാര്യയ്ക്ക് വേണ്ടി വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ ആരുമില്ലാത്ത സമയത്ത് ഇതാ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ആ തിന്മയിൽ നിന്ന് ഓടിയാകുന്നു. അതുപോലെ തന്നെ 3 ആളുകൾ ഗുഹയിൽ അകപ്പെട്ടിട്ട് പ്രാർത്ഥിച്ച സംഭവം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അതിലൊരു പ്രാർത്ഥന നമുക്കറിയാമല്ലോ. സുന്ദരിയായ എന്റെ ഒരു സഹോദരി വന്നിട്ട് പൈസ ചോദിച്ചപ്പോ ആദ്യം ഞാൻ പറഞ്ഞു അവളോട് നിന്റെ ശരീരം വേണം, പിന്നെയും പറഞ്ഞു, പിന്നെ അവൾ തിരിച്ചുപോയി. അത്യാവശ്യമായപ്പോൾ വീണ്ടും എന്റെ മുന്നിലേക്ക് വന്നപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു നിന്റെ ശരീരം എനിക്ക് വേണം, ഞാൻ നീ ചോദിക്കുന്ന സമ്പത്ത് തരാം. ആ സമയത്ത് നിവൃത്തിയില്ലാതെ അവർ വഴങ്ങി. ഒരു നൂലിന്റെ തടസ്സം പോലും ഞങ്ങൾക്കിടയില്ലാത്ത സാഹചര്യത്തിൽ ആ പെണ്ണ് എന്നോട് ഒരു വാക്ക് പറഞ്ഞു, ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ തിന്മയിൽ നിന്ന് ഞാൻ മാറി. അള്ളാഹുവേ, ഞങ്ങൾ അകപ്പെട്ട ഈ ഗുഹയിൽ നിന്ന് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. അവർ ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് സൂക്ഷ്മതയാണ്. ഈ രൂപത്തിൽ മുഖ്ബിത്തീങ്ങളുടെ ഒരു അടയാളമാണ്. തിന്മയിലേക്ക് മനസ്സിങ്ങനെ ചായുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നവരായിരിക്കും. അതുപോലെ ഖുർആൻ പഠിപ്പിച്ചു വസ്സാബിരീന അലാ മാ അസാബഹും, എന്ത് ബാധിച്ചാലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും, കച്ചവടത്തിലുള്ള പ്രയാസമായിരിക്കാം, സമ്പത്തിലുള്ള പ്രയാസമായിരിക്കാം, അതുപോലെ തന്നെ നമുക്കറിയാം കുടുംബപരമായ പ്രയാസങ്ങളായിരിക്കാം, ആരോഗ്യപരമായ പ്രയാസങ്ങളായിരിക്കാം, പലർക്കും പല രൂപത്തിലുള്ള പ്രയാസങ്ങളായിരിക്കും. എന്ത് ബാധിച്ചാലും വസ്സാബിരീൻ, ക്ഷമിക്കുന്നവരാണ് മുഖ്ബിത്തീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വൽ മുഖീമുസ്സലാ, നമസ്കരിക്കുന്നവരെന്നല്ല പറഞ്ഞത്, നമസ്കാരം നിലനിർത്തുന്നവർ. എവിടെ പോയാലും നമ്മൾ ആലോചിക്കേ, കല്യാണങ്ങൾക്ക് പോയാൽ നമുക്ക് നമസ്കാരമില്ല, സൽക്കാരങ്ങൾക്ക് പോയാൽ നമുക്ക് നമസ്കാരമില്ല, ക്യാമ്പസുകളിലേക്ക് പോയാൽ നമ്മുടെ മക്കൾക്ക് നമസ്കാരമില്ല, നമ്മൾ ചോദിക്കാറുമില്ല മോനെ മോളെ നീ ഇന്ന് ദുഹർ നമസ്കരിച്ചോ എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ അസർ നിസ്കരിച്ചോ എന്ന് നമ്മൾ ചോദിക്കാറില്ല. നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ദുഹറും അസറും ജമ്മായിട്ട് നമസ്കരിക്കുമെന്ന് നമ്മുടെ മക്കളോട് നമ്മൾ ചോദിക്കാറുമില്ല, പഠിപ്പിക്കാറുമില്ല. അങ്ങനെയാകരുത്. അള്ളാഹുവിന്റെ വിനയാനിതരായ അടിമകളായിട്ട് നമ്മൾ മാറണം. അവരുടെ ഒരു അടയാളമാണ് വൽ മുഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും, ഞാൻ സന്തുഷ്ടനാണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച്. ആദ്യം മുതലേ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വന്നു ഓരോ വിഷയങ്ങളും നമ്മളിങ്ങനെ അവതരിപ്പിച്ചു വന്ന് റമദാനായപ്പോൾ നമ്മളൊന്ന് സ്റ്റോപ്പായി. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ റമദാനിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഓരോ ആയത്തുകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്തുകളായിരുന്നു, ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട ആയത്തുകളായിരുന്നു, ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ട ആയത്തുകളായിരുന്നു. ഇന്ന് പോലും നമ്മൾ അവതരിപ്പിച്ച ആയത്തുകൾ
വമനാഫിഉ ഇലാ അജലിൻ മുസമ്മാ ثم محلها الى بيت العتيق എന്ന ഈ ആയത്തുകളൊക്കെ സൂറത്ത് ഹജ്ജിലെ 32 33 ആയത്തുകളൊക്കെ സന്ദർഭത്തിനനുസരിച്ചുള്ള ആയത്തുകൾ വെച്ചുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞു. അവസാനം മുഖ്ബിതീങ്ങളെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ആ വിനയാന്വിതരായ അടിമകളുടെ അവസാനത്തെ അടയാളം അല്ലാഹു പറഞ്ഞത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഇത് പടച്ചോൻ തൗഫീഖാക്കിയിട്ടുള്ളത് ഈ ഇരുട്ടത്തിരുന്ന് സംസാരിക്കാനാണ്. ഈ ഇരുട്ട് നമുക്ക് വ്യാഴാഴ്ചകളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ജനറേറ്ററിന്റെ വിഷയം പറഞ്ഞല്ലോ. അൽഹംദുലില്ലാ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അതിന് തയ്യാറാകാൻ സാധിക്കുന്നവർക്ക് വമ്പിച്ച പ്രതിഫലമായിരിക്കും. നമ്മൾ ഇത് വാങ്ങിക്കൊടുത്തിട്ട് നാളെ ഖബറിൽ ചെന്നാൽ ആ ഖബറിൽ നമുക്ക് കൂലി ലഭിക്കും. അതാണ് ജാരിയായ സദഖയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മടിയും ഒരു അലസതയും സമ്പത്ത് കുറഞ്ഞു പോകുമോ എന്ന പേടിയൊന്നും നമുക്ക് വേണ്ട. ഈ രൂപത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന മുഖ്ബിത്തീങ്ങളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, കുറച്ചു കാലം മാത്രമേ നമ്മൾ ഈ ദുനിയാവിൽ ഉണ്ടാവുകയുള്ളൂ. ആ ഉള്ള കാലത്തോളം യഥാർത്ഥ മുസ്ലിമായി, യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ പരമാവധി ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, പരമാവധി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന അത്രയും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പൂർണ്ണമായിട്ട് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ, പൂർണ്ണമായിട്ട് ആ ഹറാമിന്റെ വിഷയത്തിൽ സാധിക്കുന്ന അത്ര ഇല്ല, അല്ലാഹ് ഹറാമിന്റെ വിഷയത്തിൽ പൂർണ്ണമായിട്ട് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ട മുഖ്ബിത്തീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് തൗഹീദുള്ള ആളുകളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. തൗഹീദിന്റെ വിഷയം അതിഗൗരവമുള്ള വിഷയമാണ്. ഇന്നത്തെ വലിയ പാഠമാണ്. ശിർക്കിന്റെ വിഷയം അതിഗൗരവമുള്ള വിഷയമാണ്. കാരണം ഒരുപാട് സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് അമ്പിയാക്കന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ സമുദായങ്ങൾക്കിടയിലും ഈ അമ്പിയാക്കന്മാർക്കിടയിൽ ഒരു വ്യത്യാസമില്ലാത്ത വിഷയമാണ് തൗഹീദ്. ഒരു വ്യത്യാസമില്ലാതെ പഠിപ്പിക്കപ്പെട്ട വിഷയമാണ് ശിർക്ക്. എന്നാൽ നമസ്കാരത്തിന്റെ വിഷയത്തിലും നോമ്പിന്റെ വിഷയത്തിലും ഉളുഹിയ്യത്തിന്റെ വിഷയത്തിലും മറ്റുള്ള കർമ്മങ്ങളുടെ വിഷയത്തിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹലാൽ ഹറാമിന്റെ വിഷയത്തിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർമ്മങ്ങളുടെ വിഷയത്തിൽ ആകത്തുക വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തൗഹീദിന്റെ വിഷയത്തിൽ ഒരു വ്യത്യാസമില്ല. വലഖദ് ബഅസനാ ഫി കുല്ലി ഉമ്മത്തിൻ റസൂലാ, എല്ലാ സമുദായത്തിലേക്കും അമ്പിയാക്കന്മാർ കടന്നു വന്നിട്ട് അവർ പഠിപ്പിച്ചത് അനഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തൗഹീദിൽ ഒരിക്കലും ഒരു മാലിന്യം കലരാതെ, ഒരു കറപുലരാതെ മുന്നോട്ട് പോകാൻ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ സദസ് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ ഇരുത്തം അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് മറ്റുള്ള പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ തിരക്കുകൾക്കിടയിലാണ്, ആ പ്രശ്നങ്ങൾക്കിടയിലാണ് നമ്മുടെ ജോലികളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ഇൽമിന്റെ സദസ്സിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്, ഖുർആൻ പഠിക്കുന്ന സദസ്സിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ നടത്തം അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ചിന്തകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ ഇരുട്ടത്തിരിക്കുന്ന ഖുർആനിന് വേണ്ടിയുള്ള ഇരുത്തവും അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് കടന്നു വന്ന് ഈ രൂപത്തിൽ കഴിച്ചുകൂട്ടാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ മിൻ ദുആഇനാ വസിയാമിനാ വഖിയാമിനാ വകുല്ലു മിൻ അഅമാലി സ്വാലിഹാത്തിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.